Good morning, dears. Last day we were talking, no, not last day, in the previous classes, isn't it? Now, after vacation, we are back with TG grammar. So, hope you have read all that IC analysis and what we have already taken. And now it's your exams are near. So, now we are moving to transformational generative grammar. And before moving to the main topics, I just want to explain a few points of that. Okay. So, concerned with TG grammar and all. So, there are a few terms I have to explain. So, just look here, I have written here kernel sentence, base structure or root sentence. ഓക്കെ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണ് കേർണൽ സെന്റൻസ് എഴുതിയിട്ടുണ്ട് ബേസ്ഡ് സ്ട്രക്ചർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ബേസ് സെന്റൻസ് എന്ന് പറയാം റൂട്ട് സെന്റൻസ് എന്നും പറയാം ഓക്കെ എന്താണ് കേർണൽ സെന്റൻസ് എന്ന് പറയുന്നത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും റൂട്ട് അല്ലേ ബേസ് കേർണൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അടിസ്ഥാനമായ എന്നുള്ളതാണ് അപ്പൊ എന്താണ് അടിസ്ഥാനമായ സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസിന്റെ അടിസ്ഥാനം കണ്ടുപിടിക്കുക ഓക്കെ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈസ് ഹീ സ്ലീപ്പിംഗ് എന്താണ് ഈസ് ഹീ സ്ലീപ്പിംഗ് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി എനിക്ക് ഇതിന് എനിക്ക് കേർണൽ സെന്റൻസ് കണ്ടുപിടിക്കണം ഈ ഒരു സെന്റൻസ് ഇങ്ങനെയല്ല ശരിക്കും അതായത് നമ്മൾ എന്ത് ചെയ്തതാണ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു സെന്റൻസ് വന്നിട്ടുള്ളത് ഈസ് ഹീ സ്ലീപ്പിംഗ് എന്ന് ക്ലിയർ ആണോ അതായത് ഇത് അപ്പോൾ ഇത് ഏതിൽ പെടുന്നതാണ് ഞാൻ ഇവിടെ താഴെ സർഫസ് സ്ട്രക്ചർ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇത് സർഫസ് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത് സർഫസ് സെന്റൻസ് ആയിരിക്കും ചിലപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കിടക്കുന്ന ഒരു സെന്റൻസ് ചിലതിന് ഉണ്ടായിരിക്കാം ഒരുവിധം എല്ലാത്തിനും അടിസ്ഥാന സെന്റൻസുകളുണ്ട് ഓക്കെ അപ്പൊ ഇനി നോക്കൂ എന്താണ് ഈസി സ്ലീപ്പിംഗ് എന്നുള്ളത് സർഫസ് സ്ട്രക്ചറിലാണ് വരാം സർഫസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സെന്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ സർഫസ് സ്ട്രക്ചർ ഓർ സർഫസ് സെന്റൻസ് അപ്പൊ ഞാൻ ഈസി സ്ലീപ്പിംഗ് എന്നുള്ളത് ഇവിടെ എഴുതി ഓക്കെ ഈസി സ്ലീപ്പിംഗ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് നമ്മൾ കിടക്കുന്നത് എന്നാൽ ഇതിന്റെ കേർണൽ സെന്റൻസ് അല്ലെങ്കിൽ ബേസ് സ്ട്രക്ചർ റൂട്ട് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ അഭിഷേക് ഉണ്ട് അബു ഉണ്ട് അല്ലേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഷിയോ ഹിയോ ആരെങ്കിലും ഈസി സ്ലീപ്പിംഗ് അബു ഉറങ്ങുകയാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഈസി സ്ലീപ്പിംഗ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അടിയിൽ അടിസ്ഥാനപരമായ ഒരു സെന്റൻസ് കിടക്കുന്നുണ്ട് അത് എന്താണ് അതാണ് ഇവിടെ വരുന്നത് സർഫസ് സെന്റൻസിൽ അല്ലെങ്കിൽ കേർണൽ സെന്റൻസ് അല്ലെങ്കിൽ ബേസ് സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ റൂട്ടായിട്ട് എന്തായിരിക്കും നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹി ഈസ് സ്ലീപ്പിംഗ് ഓക്കെ ഇതാണ് സർഫസ് സെന്റൻസ് അതായത് സർഫസ് സെന്റൻസ് അധികം സ്റ്റേറ്റ്മെന്റുകളായിട്ടായിരിക്കും കൂടുതലുണ്ടാവുക അതിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഈ ഒരു ഈസി സ്ലീപ്പിംഗ് കിട്ടിയത് അപ്പോൾ നോക്കൂ സർഫസ് സ്ട്രക്ചറാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കും അധികം കൂടുതലായും ഓക്കെ അത് വിചാരിച്ചിട്ട് കേർണൽ സെന്റൻസ് എന്ന് പറയില്ല എന്നുള്ളതല്ല ഹി ഈസ് സ്ലീപ്പിംഗ് ഈസി സ്ലീപ്പിംഗ് യെസ് ഹി ഈസ് സ്ലീപ്പിംഗ് നോ ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ് ഓക്കെ ഹി ഈസൻറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സർഫസ് സ്ട്രക്ചർ എന്നുള്ളത് അല്ലെങ്കിൽ സർഫസ് സെന്റൻസ് എന്താണ് ഇപ്പം ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്താണോ ആദ്യം നിങ്ങളോട് പറയുന്നത് ആ സെന്റൻസ് സർഫസ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ സർഫസ് സ്ട്രക്ചർ ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന ഒന്നാണ് ഈ കേർണൽ ബേസിൽ റൂട്ടിൽ അല്ലേ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഏറ്റവും മരത്തിന്റെ ഇലകളും ഇതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ റൂട്ട് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാനം അല്ലേ അടിസ്ഥാനപരമായിട്ട് വരുന്ന സെന്റൻസ് അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ബേസിൽ കിടക്കുന്ന ഒന്നാണ് ഈ ഒരു സംഭവം സർഫസ് അപ്പോൾ സർഫസ് സ്ട്രക്ചർ സർഫസ് സെന്റൻസ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ കേർണൽ സെന്റൻസ് എന്നുള്ളത് മനസ്സിലായോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ ഇപ്പോൾ പറയാം ഇനി ഈ ഒരു ചെറിയ ടോപ്പിക്കോട് കൂടെ ഞാൻ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഇത് സർഫസിൽ ഞാനിവിടെ നോക്കൂ ഞാനിവിടെ വേറൊരു സെന്റൻസ് ഇവിടെ എഴുതാണ് ക്യാൻ ഐ ഗോ ടു ദ മാർക്കറ്റ് പെട്ടെന്ന് തോന്നിയ ഒരു എക്സാമ്പിൾ ആണ് സോറി ക്വസ്റ്റ്യൻ മാർക്കാണ് ക്യാൻ ഐ ഗോ ടു ദ മാർക്കറ്റ്
ഇതെന്താ ആക്ച്വലി സർഫസ് സെൻറ്റൻസിൽ കിടക്കുന്നതാണോ അതോ കേർണൽ സെൻറ്റൻസിൽ കിടക്കുന്നതാണോ അല്ലെങ്കിൽ കേർണൽ സ്ട്രക്ചറാണോ? ഇത് സർഫസിലാണ്. ഓക്കെ, സർഫസിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മോട് ചോദിക്കുകയാണ് ക്യാൻ ഐ ഗോ ടു ദ മാർക്കറ്റ് എന്ന് ഞാൻ ചോദിക്കുന്നു. പക്ഷെ അതിൻ്റെ ബേസ് കിടക്കുന്നത് എന്താണ്? ഐ ക്യാൻ ഗോ ടു ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഞാൻ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ ബേസിസ് ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ബേസ് ഫോമിൽ നിന്ന് സർഫസ് ഫോമിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ്. ജനറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയത്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? അതായത് കേർണൽ സെൻറ്റൻസിൽ നിന്ന് സർഫസ് സെൻറ്റൻസിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പുതിയ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ തരത്തിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ബേസിലാണ്. നമ്മളത് പലപ്പോഴും ചിന്തിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് നാളെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേർണൽ സെൻറ്റൻസിൽ നിന്ന് സർഫസ് സെൻറ്റൻസിലേക്ക് അല്ലെങ്കിൽ കേർണൽ സ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ ബേസ് സ്ട്രക്ചറിൽ നിന്ന് സർഫസ് സ്ട്രക്ചറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂളുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ്. Okay, so hope you have understood this topic. So you have to learn what is kernel sentence, what is base sentence or base structure or surface structure. നിങ്ങൾക്കത് ടെക്സ്റ്റിൽ മെറ്റീരിയലുകളിൽ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വെച്ചാണ് നമ്മൾ വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ we will talk about the next topic in the next class. Thank you.